ചോദിക്കാം. ഷാനിക്ക. പാർത്തി എന്തോ നന്നായിട്ട് പാടിയാണ്. താങ്ക് യു. കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇവിടൊക്കെ ടെക്നിക്കൽ. പാർത്തി ഫസ്റ്റ് മന്ദാര ചെപ്പുണ്ടോ ഒക്കെ കുറച്ചൊന്ന് ഔട്ടായിരുന്നു. പിന്നെ മോനെ സസ്റ്റെയിൻസ് പെട്ടെന്നാണ് കട്ട് ചെയ്യണേ. ഇപ്പം മന്ദാര ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ കുറച്ചും കൂടെ ഇത് എനിക്ക് മനസ്സിലായി. മറ്റേ മൗനം മൗനം പാടുന്നു പറഞ്ഞങ്ങ് നിർത്തല്ല ഞാൻ. അത് അവിടെ മാത്രമല്ല വാർമതിയേക്കും എല്ലാം അങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് നിർത്തുകയാണ് ചെയ്യണേ. അത് കുറച്ചുകൂടെ ഒരു സസ്റ്റെയിൻ ആവാം കേട്ടോ. പിന്നെ ഓഫ് കോഴ്സ് ബ്രെത്ത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പാടേണ്ട ഒരു പാട്ടാണ്. അപ്പം മന്ദാര ചെപ്പുണ്ടോ മാണിക്ക കല്ലുണ്ട അത്ര കേൾക്കണുള്ളൂ, എന്നിട്ട് എടുക്കും ബ്രെത്ത്. പിന്നെ ആ കൊച്ചു ലങ്സിനകത്ത് അത്ര എയറിലേക്കുള്ളൂ, നമുക്കറിയാം കേട്ടോ. ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ അനുപല്ലവിയിൽ തളിരിട്ട താഴ്വരകൾ, അത് ആ ലൈൻ ഭയങ്കര രസമായിരുന്നു. അത് മറ്റേ കറക്റ്റ് റേഞ്ചിലാണ് അത് കിടക്കണേ. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എരിയുന്ന പകലിൻ അവിടെ ഹൈ പോകുമ്പോൾ ചെറുതായിട്ട് ഒരു സ്ട്രെയിറ്റ്. പിന്നെ എഗെയിൻ മോൻ്റെ പ്രായം അതാണല്ലോ, അപ്പം നമുക്കത് കുറച്ചൊരു ശ്രീക്കായിട്ട് തോന്നി എന്നുള്ളത് മാത്രം കേട്ടോ. പിന്നെ അവസാനത്തെ മൗനം പാടുന്നു ഇങ്ങനെ ശ്രുതിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറി 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 തെന്നി 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 പോയി. മോനും പിടികിട്ടിയായിരുന്നോ? പിടികിട്ടി. ഓക്കെ, അത്രേ ഉള്ളൂ മോനെ. മോനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇത് പാടിയിട്ടുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. കുഞ്ഞ പാർത്ഥിവേ എന്തോ ഒന്ന് നന്നായിട്ട് പാടി. ഇപ്പൊ ശരത്തങ്ങൾ തോന്നിയ ഒരു കാര്യം, മന്ദാര ചെപ്പുണ്ടോ മാണിക്ക കല്ലുണ്ടോ, ഒരു ബോംബിട്ട പോലെ. അതങ്ങനെ ഇല്ലാണ്ട് മക്കളൊന്ന് പാടാമോ? മന്ദാര ചെപ്പുണ്ടോ മാണിക്ക കല്ലുണ്ടോ കല്ലുണ്ടോ ചെപ്പുണ്ടോ മാണിക്ക കല്ലുണ്ടോ കല്ലുണ്ടോ. അതിന് തൊട്ട് മന്ദാര ചെപ്പുണ്ടോന്റെ അത്ര മതി മക്കളെ. പെട്ടെന്ന് അവിടെ വെലോസിറ്റി ഭയങ്കരമായിട്ട് കൂടുന്നു കേട്ടോ. മോന് മനസ്സിലായ പാടുമ്പോ ഉണ്ടോ അതല്ലാണ്ട് പേടിച്ച് ഞങ്ങള് കേട്ടോ. അവന് മനസ്സിലാവുന്നുണ്ട്, എന്നിട്ടാണ് ഇത്രയും പല്ലവിയിൽ ബോംബ് ഇട്ടോണ്ടിരുന്നത് മക്കളെ അല്ലേ. അതുപോലെ മക്കളെ ഇതുപോലെ ഇത് തൂവലുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ. അതാണോ ട്യൂൺ? അപ്പൊ അത് പൊന്നും തേനും വയമ്പും ഉണ്ടോ അല്ലേ? അങ്ങനെ വാനം പാടിതൻ തൂവലുണ്ടോ. അതിലൊരു ഇംപ്രവൈസ് ചെയ്തിട്ടൊരു തൂവലുണ്ടോ അല്ലേ? തൂവലുണ്ടോ. അത് കറക്റ്റ് ചെയ്തോളാം മക്കള് കേട്ടോ. അത് കുഞ്ഞല്ലേ മോൻ, ഇപ്പൊ അത് കുഴപ്പമില്ല. അതുപോലെ ഉള്ളിൽ ആമോദത്തിരകൾ, തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഗുഡ് ഗുഡ് മോനെ. ശ്വാസമില്ല ഇന്ന് കുഞ്ഞിന്. ശ്വാസമൊക്കെ കളഞ്ഞിട്ടാണോ വന്നത്? അല്ല, പിന്നെ ശ്വാസമില്ലാതെ എങ്ങനെ മനുഷ്യൻ ജീവിക്കും? അത് അല്ല, മനുഷ്യന് ജീവിക്കാൻ അത്ര ശ്വാസം വേണ്ട മക്കളെ, ഇച്ചിരി മതി. പാടാനാ കൂടുതൽ ശ്വാസം വേണ്ടത്. അത് ശരിയാ. അപ്പൊ പിന്നെ ശ്വാസം അത്ര എടുത്ത് നമുക്ക് ജീവിക്കാം, പക്ഷെ പാടാൻ പിടിക്കണ്ടേ? അതുണ്ടോ എന്നാ ചോദിച്ചത്. ഇതൊക്കെയാലും നല്ലൊരു പാട്ട് എടുത്തോണ്ട് വന്ന് പാടിയതിൽ കുറേ സന്തോഷം. ലവ് യു മുത്തേ. ഈ പാർത്ഥിവ് കൊള്ളാം. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇയാള്. സ്മോളസ്റ്റ് യംഗസ്റ്റ് അല്ല. എത്ര വയസ്സായി? 40. 8 വയസ്സിൽ ഇങ്ങനെയൊക്കെ പാടുന്നുണ്ടല്ലോ, അതൊക്കെ മതി. ഓക്കെ, എന്താണ് പക്ഷെ പാടണോ? ലൈഫിൽ എന്താണ് ചെയ്യേണ്ടത്? എന്തെങ്കിലും ഉദ്ദേശം? എനിക്ക് ഈ പ്രായത്തിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യണം, അതാണല്ലേ? വെരി ഗുഡ്. വേണോ? മാർക്സ് ഒക്കെ വേണോ? ഇരുന്നോട്ടല്ല, അതില്ലാതെ ഞാൻ എന്നാ ഇവിടുന്ന് പോകത്തില്ല, ഇവിടെ തന്നെ നിൽക്കും. സാറ് മാർക്ക് ഇപ്പൊ എഴുതി അതിനകത്ത് ഇടും. ഞാൻ ഇപ്പൊ തന്നെ ഇടാം. ഷാനിക്ക. പാർത്ഥിവ് എന്തോ. 8. താങ്ക് യു. സൂപ്പർ. ശരത് സർ. പാർത്ഥിവ് 8. താങ്ക് യു. പേടിക്കണോ? പിന്നെ ഞാൻ മാത്രമേ അതിന് അങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ശ്രീനി സാർ മാർക്ക് 8. ഓക്കെ, അപ്പൊ 16 മാർക്സ്. യെസ്.
അപ്പൊ ഇനി സെലിബ്രേഷൻ റൗണ്ട് പൊളിക്കണം. അത് ഞാൻ വിളിക്കും. ഓൾ ദി അതിന്റെ ബെസ്റ്റ്. പാട്ട് ഞാൻ പറയാം. പറയണ്ട പൊക്കോ ആ വഴി പൊക്കോ.